അവരുടെ പ്രതികരണം, പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷകളുമായി നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. നമുക്ക് ചോദിക്കാം. ഈ അനീഷ, ഭാര്യ അനീഷയാണ്. ഇപ്പോൾ ശ്രീജേഷ് ബന്ധപ്പെട്ടിരുന്നു. ഈ ഏറ്റവും അവസാനം എപ്പോഴാണ് വിളിച്ചത്? ഒരു മണിക്കൂർ മുന്നേ, മാച്ചിന് പോകുന്നതിന് മുന്നേ വിളിച്ചിരുന്നു. എന്താണ് ഒരു പ്രതീക്ഷ പങ്കുവച്ചത്? തീർച്ചയായിട്ടും എല്ലാ മാച്ചും ശുഭപ്രതീക്ഷയോടെ കൂടെ തന്നെയാണ് പോകാറ്. ഇത്തവണയും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു വെങ്കല മെഡൽ നേടി വരുമെന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചിട്ടാണ് ഫോൺ ചെയ്തത്. ഇപ്പോൾ രാജ്യത്തിനാകെ വലിയ പ്രതീക്ഷയുള്ളൊരു നിമിഷമാണ്. അതുപോലെ ശ്രീജേഷിന്റെ കാര്യത്തിൽ ഒരു ചരിത്ര നിമിഷം കൂടിയാണ്, അദ്ദേഹത്തിന്റെ അവസാന മത്സരം കൂടിയാണ്. ആ ഒരു നിലയിൽ ഈ അദ്ദേഹത്തിന്റെ ഒരു മത്സരകാലം അല്ലെങ്കിൽ ഈ ഹോക്കി കാലത്തെ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ 4 ഒളിമ്പിക്സ് കളിച്ച ആദ്യത്തെ ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആണ്. ഇത്രയും നല്ലൊരു പെർഫോമൻസ് രാജ്യത്തിന് വേണ്ടി ഇത്രയും നാൾ കളിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭാഗ്യമാണ്. ഈ ഒരു റിട്ടയർമെന്റ് മാച്ചിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. തീർച്ചയായും ശ്രീജേഷിന്റെ അച്ഛനും അമ്മയും കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്മ ഇപ്പോൾ എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഇത് കളി ജയിക്കണം എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ഭയങ്കര സന്തോഷത്തിലൊക്കെ തന്നെയാണ്. എന്നാലും നമുക്കൊരു വിഷമമുണ്ട്. കഴിഞ്ഞ മാച്ചിൽ തോറ്റുപോയല്ലോ, അപ്പം അതൊരു ഭയങ്കര വിഷമമാണ്. എന്നാലും ഇതൊരു പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നു. അച്ഛാ, ഇപ്പം രാജ്യം മൊത്തം കാത്തിരിക്കുകയാണ് ശ്രീജേഷിന്റെ പ്രകടനം കൂടി കാണാൻ വേണ്ടി. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മകന്റെ ഈ ഒരു കരിയറിനെ ഓർത്തെടുക്കുന്നത്? ഇതൊരു റിട്ടയർമെന്റ് മാച്ചാണ്. ഉറപ്പായിട്ടും വിൻ ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും വിൻ ചെയ്തിരിക്കും. ചെറുപ്പം മുതൽ തന്നെ ഹോക്കിയിൽ താല്പര്യമുള്ള ആളായിരുന്നോ ശ്രീജേഷ്? ഇല്ല, ചെറുപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു, ഹോക്കിയില്ലായിരുന്നു. ജീവിരാജ് ചെന്നതിന് ശേഷമാണ് ഹോക്കിയിലേക്ക് ആയത്. എങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ സ്പോർട്സിൽ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ അച്ഛന്റെ ഒക്കെ ഒരു കുഞ്ഞിലെ സ്പോർട്സിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതികരണം എന്തായിരുന്നു? അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലൊന്നും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 6 വെച്ചപ്പോൾ ഈ ഹോക്കിയിൽ പോയപ്പോൾ നമുക്കൊരു ചെറിയ വിഷമമായിരുന്നു. അങ്ങനെ ഹോക്കി അങ്ങനെ ഇതില്ലല്ലോ, അപ്പൊ അതൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ ഇങ്ങനെ കളിച്ചെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഹോക്കി എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞ് ഇവൻ കളിച്ചു തുടങ്ങിയ പിന്നെയാണ് ഞങ്ങൾ ഹോക്കി കണ്ടത് തന്നെ. സുജയ, ശ്രീജേഷിന്റെ സഹോദരൻ ശ്രീജിത്ത് ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ സഹോദരന്റെ ഒരു പ്രകടനത്തെ എങ്ങനെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷ തീർച്ചയായിട്ടും വളരെയധികം കൂടുതലാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളിപ്പം ഇങ്ങനൊരു വലിയ മാച്ച് ഫാമിലിയോട് ഒരുമിച്ചിരുന്ന് കാണാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. വിജയത്തോടുകൂടി തന്നെ അവൻ അത് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുജയ, വലിയ പ്രതീക്ഷകളാണ് ഈ വീട്ടിലും അതുപോലെ ഈ നാട്ടിലും നമ്മുടെ രാജ്യത്തിനാകെ. PR ശ്രീജേഷിന്റെ അവസാന മത്സരം കാണാൻ, ഇന്ത്യൻ ടീമിന്റെ വെങ്കല മെഡൽ പോരാട്ടം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും രാജ്യമൊട്ടാകെ ഈ കുടുംബവും വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ സമയം 5:30 പാരീസിൽ മത്സരം തുടങ്ങും. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് സുജയ.